എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുവിൽ വന്ദനം. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം തന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ 19 അധ്യായം തുടരുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന വലിയ ദൈവശക്തിയാണ് അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായത്തിൽ കാണുന്നത്. അതൊരു ഭയങ്കര ഉണർവായി മാറി. ഏഷ്യയെ ഇളക്കി മറിച്ച ഉണർവ്, ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിച്ചത്. ഇതുപോലെ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ എത്രത്തോളം ദൈവത്തോടു കൂടെ അടുക്കുമോ ആ വ്യക്തിയെ ദൈവത്തിനെ ഉപയോഗിക്കുന്നതിന് പരിമിതികളില്ല എന്നുള്ളതിന് തെളിവാണ് നമ്മൾ ഈ വായിച്ചു പോകുന്ന പൗലോസിൻ്റെയൊക്കെ ചരിത്രം. വെയിൽസിൽ ചെന്നാൽ ഇവാൻ റോബർട്ട് എന്ന ദൈവദാസനെ കുറിച്ച് കേൾക്കും. ഒരു രാജ്യത്തെ മുഴുവനും പ്രാർത്ഥന കൊണ്ട് ഒരു യൗവനക്കാരൻ മാറ്റിമറിച്ചു. ഒരു രാജ്യം മുഴുവനും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ജനങ്ങളെല്ലാം പാപബോധമുള്ളവരായി, ജനങ്ങളെല്ലാം യേശുവേ എന്ന് പറഞ്ഞ് ദൈവസല്ല് മുട്ടുകുത്തി. പാപികൾ മനം തിരിഞ്ഞു. കൽക്കരി തൊഴിലാളികൾ, ആ കൽക്കരി തൊഴിലാളികളുടെ 10,000 കൂട്ടങ്ങൾ യേശുവിലേക്ക് തിരിഞ്ഞു. പിന്നത്തേതിൽ ഈ കൽക്കരിയിൽ, ആ കൽക്കരി എടുത്ത് കുതിരവണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. കൽക്കരി കനിയിൽ നിന്ന് കുതിരകളെ ചീത്ത വിളിച്ചാലേ അത് പോവുകയുള്ളൂ. എന്നാൽ ഇവർ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ കുതിരകളോട് നല്ല വാക്ക്, എൻ്റെ കുഞ്ഞുമോനെ പോടാ എന്ന് പറഞ്ഞാൽ ഇവർ പോകത്തില്ല. കാരണം ഇവർ ചീത്ത കേട്ടാ വളർന്നത്. അങ്ങനെ ഈ കുതിരകളെ പിന്നീട് ഒന്ന് ട്രെയിൻ ചെയ്യാൻ 6 മാസം എടുത്തു. നല്ല വാക്ക് പറയും. കാരണം ഇവർക്ക് നല്ല വാക്കില്ലായിരുന്നു. ഇവർ മാനസാന്തരപ്പെട്ടപ്പോൾ കുതിരക്കറിയില്ലല്ലോ ഇവർ രക്ഷിക്കപ്പെട്ടതാണ്. പണ്ടാരോ പറഞ്ഞ പോലെ മാനസാന്തരപ്പെട്ടാൽ വീട്ടിലെ പൂച്ച വരെ അറിയുമെന്ന്. പണ്ട് കള്ളു കുടിച്ച് വന്ന് ചോറ് തിന്നാനായിട്ട് വീട്ടിലിരിക്കുമ്പോൾ, അത്താഴത്തിനിരിക്കുമ്പോൾ കാലിൽ വന്ന് ഇഴയുന്ന പൂച്ചയെ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച അച്ചായൻ ഇപ്പോൾ വീട്ടിൽ വരുമ്പോൾ ആ പൂച്ചയെ തലോടുമ്പോൾ പൂച്ചയ്ക്ക് അതിശയം. പൂച്ചയ്ക്ക് വരെ മനസ്സിലാവുന്ന അച്ചായന് മാറ്റമുണ്ടെന്ന്. ഇതുപോലെ ഉണർവ് വന്നാൽ എല്ലാവരുടെ സ്വഭാവത്തിൽ ഭയങ്കര മാറ്റം ഉണ്ടാകും. എല്ലാവരും സ്നേഹമുള്ളവരാകും, കുടുംബ സമാധാനമുണ്ടാകും, പിള്ളേരെ ദൈവകൃപയിൽ നിലനിൽക്കും. ഏറ്റവും വലുത് ദൈവിക സമാധാനം കൊണ്ട് വീടുകൾ നിറയും. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സിസ്റ്റർ വന്ന് പറയണ ഭർത്താവിനെ കുറിച്ച്, പക്ഷേ വെളുപ്പിന് 4:30 എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രാർത്ഥിക്കുമ്പോൾ ദൂതന്മാരെ ഇങ്ങനെ കാണുകയാണ്. അപ്പം ഇത് നേരാണെന്ന് അറിയാൻ വേണ്ടി, കാരണം എനിക്ക് അങ്ങനെക്കുറിച്ച് അത്രയും ഉറപ്പില്ലായിരുന്നു, ഞാൻ വിളിക്കാൻ പറഞ്ഞു. ഞായറാഴ്ച സഭായം കഴിഞ്ഞ് അദ്ദേഹം വെളിയിൽ നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തെ വിളിപ്പിച്ചു. ഞാൻ തനിയൊരു റൂമിൽ കൊണ്ടുപോയി. എന്താ അനുഭവം എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ പാസ്റ്റേ, വെളുപ്പിനൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ യേശു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോഴെനിക്കിത് മനസ്സിലായി, ഇത് ശരിയായ വഴിയാണ്. ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കര സന്തോഷം, ഭയങ്കര സമാധാനം, ദൈവദൂതന്മാരെ കാണുന്നു. ഇതാണ് സൈൻ, ഉണർവിൻ്റെ സൈൻ ഇതാണ്. ജീവിതത്തിൽ വലിയ മാറ്റം, കുടുംബജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹം, അടിയും വഴക്കമുള്ള വീടുകളിൽ സ്വസ്ഥതയും സമാധാനവും, പിള്ളേരാണെങ്കിലും മനം തിരിഞ്ഞ് സമാധാനം കൊണ്ട് നിറഞ്ഞ വീടുകൾ. ഈ ഒരു അനുഭവത്തെയാണ് എല്ലാവരും എതിർക്കുന്നത്. കാരണം പിശാചിന് ഇങ്ങനെയുള്ള കുടുംബങ്ങളെ ഇഷ്ടമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണം, കത്തിക്കുത്ത് വേണം, വീട്ടിൽ നിന്ന് മക്കൾ ഇറങ്ങിപ്പോകണം, ഭാര്യയെ പിണങ്ങിപ്പോകണം, ഭാര്യയെ 2ാമത് കല്യാണം കഴിക്കണം, ഭർത്താവ് കുടിച്ച് റോട്ടിൽ കിടക്കണം. ഇതൊക്കെ പിശാചിൻ്റെ വലിയ ഇഷ്ടമാണ്. എന്നാൽ ഉണർവ് വരുമ്പോൾ, യേശുവിൻ്റെ വചനം പരക്കുമ്പോൾ ജനങ്ങൾ മാറുകയാണ്. അകന്നുപോയ ബന്ധങ്ങൾ അടുക്കുന്നു, വഴിതെറ്റിപ്പോയ പിള്ളേര് തിരിച്ചു വരുന്നു, കടക്കണിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു, രോഗസൗഖ്യങ്ങൾ നടക്കുന്നു. എങ്ങനെ പിശാചിന് സഹിക്കും? നിങ്ങൾ അറിയണം എന്തുകൊണ്ടാണ് സുവിശേഷത്തോട് ഇത്രയും അധികം എതിരെന്നറിയാമോ? കാരണം സുവിശേഷം നിറഞ്ഞാൽ ഒത്തിരി പേരുടെ ജോലി പോകും. ആശുപത്രികൾ പൂട്ടിക്കളയുമെന്നേ. രോഗികളില്ല, എല്ലാറ്റിനെയും കർത്താവ് ഇറങ്ങി നടന്ന് സൗഖ്യമാക്കും.
അടുത്തത്, ജയിലറകൾ കാലിയാകും. പോലീസുകാർക്ക് ജോലിയില്ല. എല്ലാവരും നേരെ നടക്കാൻ തുടങ്ങിയാൽ, ഒരു രാജ്യം മുഴുവനും നേരോടെ നടന്നാൽ, വെയിൽസിൽ ഉണർവതായിരുന്നു. എല്ലാവരും ട്രാഫിക്കിൽ ആരും ആരെയും കംപ്ലൈന്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല, ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയില്ല, പോലീസ് കേസില്ല, യാതൊരു പ്രതികൂലങ്ങളും അത് നിമിത്തം വരുന്നതൊന്നുമില്ല. രോഗം വന്നാൽ ചർച്ചിൽ വരുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു, സൗഖ്യം ഉടനെ നടക്കുന്നു, കർത്താവ് ഇറങ്ങി നടക്കുന്ന, പരിശുദ്ധാത്മാവ് ചലിക്കുന്ന അങ്ങനെയുള്ള മൂവുകൾ നമുക്കുണ്ടാകണം. എഫെസോസിൽ അതാണ് നടക്കുന്നത്. പൗലോസിന്റെ വസ്ത്രം കൊണ്ടുപോയി ഇടുന്നിടത്ത് സൗഖ്യവും ഭൂതങ്ങൾ വിട്ടുമാറുന്നു, തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടക്കുന്നു. പൗലോസിന് പോകേണ്ട ആവശ്യമില്ല. രാവിലെ 9 മണിക്ക് ഒരു വീട്ടിലിട്ടാൽ ആ വ്യക്തി എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ ഡ്രസ്സ് കൊണ്ടുപോയി അടുത്ത ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയി അവിടുത്തെ രോഗിയുടെ മേലിട്ടു. ഇതിൽ ആര് തൊടുന്നവരെല്ലാം സൗഖ്യമാവുന്നു. പൗലോസിന് പോകേണ്ട ആവശ്യമില്ല. പൗലോസ് തൊട്ട വസ്ത്രങ്ങൾ പോലും അത്ഭുതമായി മാറുന്നു. ഇങ്ങനൊരു മൂവ് നമ്മുടെ ഇടയിൽ നടക്കണം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, കൈകൾ ഉയർത്തിപ്പിടിച്ച്, യേശുവേ, എന്നിലൂടെ ഈ ഉണർവ് സംഭവിക്കും, എന്നിലൂടെ ഈ അനുഗ്രഹങ്ങൾ സംഭവിക്കുന്നു, യേശുവിൻ നാമത്തിൽ ആമേൻ. എല്ലാ ദിവസവും ഇതെല്ലാം കേൾക്കുമ്പോൾ കർത്താവേ, എന്നെ അതിനായിട്ട് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. സമാധാന സമൃദ്ധി കൊണ്ട്, സന്തോഷ സമൃദ്ധി കൊണ്ട് നിറഞ്ഞ വീടുകളെ വാർത്തെടുക്കുന്നതാണ് സുവിശേഷം. ഇത് ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നതൊന്നുമല്ല. ഇത് മനസമാധാനത്തോടെ ജീവിക്കാൻ ദൈവം തന്ന ഏറ്റവും വലിയ കൃപയാണ്. മരണത്തിനപ്പുറവും നിത്യതയിൽ യേശുവിൻ്റെ കൂടെ പാർക്കാൻ കഴിയുന്ന, ക്രൂശിലെ കള്ളനോട് പറയും, നീ ഇന്നു മുതൽ എൻ്റെ കൂടെ പറുദീസയിലാണ്. ദൈവം ഏറ്റവും നല്ല സ്ഥലം നമുക്ക് വേണ്ടി ഒരുക്കി കഴിഞ്ഞു. അത്രയും മനോഹരമായ സുവിശേഷത്തെയാണ് എല്ലാവരും, ഗവൺമെന്റുകൾ പോലും എതിർക്കുന്നത്. എന്തിനെങ്ങനെ എതിർക്കുന്നേ? ഇതിൻ്റെ പുറകിൽ പിശാചാണെന്ന് എല്ലാവർക്കും അറിയാം. പ്രിയമുള്ളവരെ, സുവിശേഷത്തോട് ഇത്ര എതിര് വരാൻ കാരണം, ജനങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ പിശാചിൻ്റെ ജോലി തീരും. ഒത്തിരി 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 അഴിമതികൾ ചെയ്താലേ ചിലർക്ക് വരുമാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ബാറുകൾ അടച്ചുപൂട്ടിയാൽ, മദ്യപാനശാലകൾ അടച്ചുപൂട്ടിയാൽ എന്ത് സംഭവിക്കും? ഞാൻ കൊളംബിയയിൽ ചെന്നപ്പോൾ ഒരു ദൈവദാസനെ കണ്ടു. സെയ്സർ കാസ്റ്റിയാനോസ്, കൊളംബിയ ബൊഗോട്ടയിലെ ഒരു ചർച്ചിൻ്റെ പാസ്റ്റർ. 15 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഭയിൽ ഏകദേശം 7.5 ലക്ഷം പേരുണ്ട്. ഇന്നിപ്പോൾ 10 ലക്ഷത്തിന് മുകളിൽ കാണും, അതിനേക്കാൾ ഒത്തിരി കാണും. അദ്ദേഹത്തെ 3 പ്രാവശ്യമാണ് വെടിവെച്ചത്. ഒന്ന് തലയ്ക്ക് വെടിയേറ്റിട്ട് തലച്ചോറിൽ നിന്ന് ബുള്ളറ്റ് ഓപ്പറേറ്റ് ചെയ്തെടുത്തു. അടുത്തത് ഹൃദയത്തിന് വെടിയേറ്റിട്ട് ഹൃദയത്തിൽ നിന്ന് ഒരു ബുള്ളറ്റ് ഓപ്പറേറ്റ് ചെയ്തെടുത്തു. അടുത്തത് അദ്ദേഹത്തെ വെടിവെച്ചപ്പോൾ പ്ലാറ്റിനത്തിൻ്റെ വാച്ചായിരുന്നു. ആ വാച്ച് കൊണ്ട് തടഞ്ഞതുകൊണ്ട് ആ ബുള്ളറ്റ് വാച്ചയിൽ തട്ടി താഴെ വീണു. അല്ലെങ്കിൽ തൻ്റെ ഹൃദയത്തിന് വീണ്ടും വെടിയുണ്ട ഏൽക്കുമായിരുന്നു. എന്തുകൊണ്ട് ഈ നല്ല മനുഷ്യൻ, ഇത്രയും ജനങ്ങളെ രക്ഷയിലേക്ക് നയിച്ച ഈ മനുഷ്യനെ ഇങ്ങനെ വെടിവെക്കുന്നു? കാരണം അങ്ങേര് കാരണം ഇവരുടെ ബിസിനസ് പൊട്ടി. ടുബാക്കോ കൃഷിയും മദ്യം, മയക്കുമരുന്ന് ലോബികൾക്ക് ഇദ്ദേഹം ഒരു വരുമാനമല്ല, ഇദ്ദേഹം ഒരു വലിയ പ്രതിബന്ധം തന്നെയാണ്. അനീതിക്കെന്നും ദൈവസഭ പ്രതിബന്ധം തന്നെയാണ്. അതുകൊണ്ടാണ് പാതാള ഗോപുരം യേശു ക്രിസ്തുവിൻ്റെ സഭയോട് ഇങ്ങനെ എതിർക്കുന്നത്. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ കർത്താവിൻ്റെ മക്കൾ ഉണരണം. എനിക്കും ഈ പൗലോസിനെ പോലെ പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് വലിയൊരു ഉണർവിൻ്റെ ഭാഗമായി മാറണം. ഇവിടെ നമ്മൾ ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ ബാക്കി 7 മന്ത്രവാദികളെ ഓടിച്ച ചരിത്രം കഴിഞ്ഞ ദിവസം വായിച്ചു. യേശുവിനെയും പൗലോസിനെയും അറിയാം. നിങ്ങൾ ആരെന്ന് ചോദിച്ചാണ് ഭൂതം ബാധിച്ച മനുഷ്യൻ അവരെ ഓടിച്ചത്. അവരെ യേശുവിൻ്റെ നാമം പറഞ്ഞു. അതാണ് കാരണം. രക്ഷിക്കപ്പെടാത്തവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവർ, യേശുവുമായി ബന്ധമില്ലാത്തവർ യേശുവിൻ്റെ നാമം പറയാൻ ദൈവം അവരെ അനുവദിച്ചിട്ടില്ല. എന്നാൽ നമുക്ക് നമ്മുടെ വാ കൊണ്ട് യേശുവിനെ പറയാം. യേശുവിനെ
ഉയർത്താൻ ദൈവം നമുക്ക് തന്ന പദവിയാണ്. അതുകൊണ്ടാണ് ജീസസ് എവരിഡേ എല്ലാ ദിവസവും നമ്മൾ ഒരുമിച്ച് കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഈ ഭൂതം 7 പേരെ വസ്ത്രമില്ലാതെ ഓടിച്ച കാര്യം 17-ാം വാക്യം, ഇത് എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവർക്കൊക്കെയും ഭയം തട്ടി. കർത്താവായ യേശുവിൻ്റെ നാമം മഹിമപ്പെട്ട്. ആരും ഒന്നും ചെയ്തില്ല. 7 മന്ത്രവാദികൾ യേശുവിൻ്റെ നാമം പറഞ്ഞു. ഈ ഭൂതം പിടിച്ചയാള് ആ 7 പേരെ ഉപദ്രവിച്ചു. ഇത് നാട് മുഴുവൻ അറിഞ്ഞു. പൗലോസ് അങ്ങോട്ട് പോയി പ്രസംഗിച്ചില്ല, കൺവെൻഷൻ വെച്ചില്ല. ദേശത്ത് കാട്ടുതീ പോലെ ഈ വാർത്ത പരന്നു. യേശു ആരെന്നും പൗലോസ് ആരെന്നും അതിലൂടെ ജനങ്ങൾക്ക് മനസ്സിലായി. സംഭവിച്ചത്, വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവർത്തികളെ ഏറ്റുപറഞ്ഞറിയിച്ചു. സഭയിൽ വന്നിട്ട് വെറുതെ തെറ്റുകൾ ഏറ്റുപറയുകയാണ്. ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ തെറ്റ് ചെയ്തവരാണ്, ഞങ്ങളോട് ക്ഷമിക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ അവിടുത്തെ ശുശ്രൂഷകർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവിടെ വായിക്കുന്നു, ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുകെ ചുട്ടുകളഞ്ഞു. അവിടെ തീ കൂട്ടിയിട്ടിരിക്കുകയാണ്. ആ തീക്കകത്ത് കൊണ്ടുവന്ന് ഈ മന്ത്രവാദ പുസ്തകങ്ങളെല്ലാം ചുട്ടുകളയുകയാണ്. അവയുടെ വില കണക്കൂട്ടിയപ്പോൾ 50,000 വെള്ളിക്കാശെന്ന് കണ്ടു. യേശുവിന് ഒറ്റിക്കൊടുത്തത് 30 വെള്ളിക്കാശാണ്. അതുകൊണ്ട് ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങി. അതാണ് അക്കൽദാമ. അപ്പോൾ ആ വസ്തു മേടിക്കാൻ 30 വെള്ളിക്കാശാണെങ്കിൽ ഇത് 50,000 വെള്ളിക്കാശാണ്. ദേശം തന്നെ വാങ്ങാം, അത്രയും വലിയൊരു തുക മന്ത്രവാദത്തിന് വേണ്ടി പിശാച് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവരത് ഉപേക്ഷിച്ചു. ആ മന്ത്രവാദ പുസ്തകം എല്ലാം തീക്കകത്ത് കൊണ്ടുവന്നിട്ടു. അടുത്തത്, ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. പിശാച് ഉദ്ദേശിച്ചത് വചനം പരക്കരുത്, എന്നാൽ പിശാചിനെ കൊണ്ട് തന്നെ ഈ പരിപാടി കർത്താവ് പൊളിച്ചു. പിശാച് മന്ത്രവാദികളെ ഓടിച്ചപ്പോൾ, മന്ത്രവാദികളെ ഓടിച്ച ചരിത്രം നാട് മുഴുവൻ അറിഞ്ഞു. യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാം. യേശു പറഞ്ഞാൽ പോകും, പൗലോസ് പറഞ്ഞാൽ പോകും. മന്ത്രവാദികളായ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പോകില്ല. അങ്ങനെ പിശാചിന്റെ വാക്കുകൾ കേട്ട് ഭയപ്പെട്ട് മന്ത്രവാദികളെല്ലാം മന്ത്രവാദ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് വിറ്റു, അല്ലെങ്കിൽ തീയിട്ടു. വിൽക്കലും നടക്കില്ലല്ലോ, തീയിട്ടു. 50,000 വെള്ളിക്കാശിന്റെ പുസ്തകങ്ങൾ. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. അത്ഭുതങ്ങൾ കൊണ്ട്, അടയാളങ്ങൾ കൊണ്ട്, വീര്യപ്രവർത്തികൾ കൊണ്ടും കർത്താവ് തൻ്റെ വചനത്തെ പരത്തും, ബലപ്പെടുത്തും. നിങ്ങൾ കർത്താവിന് വേണ്ടി നിന്നാൽ മാത്രം മതി. കർത്താവിൽ ആശ്രയിക്കുന്ന ആരും ഒരിക്കലും ഒരു നാളും ഒരു നിമിഷത്തേക്ക് പോലും ലജ്ജിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കില്ല. പ്രാർത്ഥിക്കാം. യേശു കർത്താവെ, ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ വീടുകളിൽ അത്ഭുതവും അടയാളങ്ങൾ കൊണ്ട് നിറയട്ടെ, സമാധാനങ്ങൾ കൊണ്ട് നിറയട്ടെ, സന്തോഷം കൊണ്ട് നിറയട്ടെ. വചനത്തിൻ്റെ മനുഷ്യരായവർ എഴുന്നേൽക്കട്ടെ. കൃപ പകരണം. ഈ വചന ഭാഗങ്ങൾ പിന്തുടരുവാൻ കർത്താവ് കൃപ നൽകണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, വചനത്തിൽ നമുക്ക് നിറയാം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണണം. അപ്പോൾ തന്നെ ഇന്ന് 10:30 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ഉപവാസ പ്രാർത്ഥനയുണ്ട്. കടന്നു വരണം. ഗോഡ് ബ്ലെസ് യു. कौन है राजाओं का राजा, कौन है दुनिया का बादशाह, कौन है राजाओं का राजा, कौन है दुनिया का बादशाह। यीशु है उसका नाम, यीशु है उसका नाम। तो करो जय जय
यीशु